സ്വന്തം ചിറകിൽ പറന്നുയരാനൊരുങ്ങി കേരളം. കുറഞ്ഞ ചെലവിൽ വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള പ്രവാസികളുടെ മോഹം പൂവണിഞ്ഞേക്കും. വരുന്നു കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനികൾ. എയർ കേരള, അൽ ഹിന്ദ് എന്നിങ്ങനെ 2 വിമാന കമ്പനികളാണ് കേരളത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ഹിന്ദ് ഗ്രൂപ്പിന് കീഴിൽ വരുന്ന വിമാന കമ്പനിയാണ് അൽ ഹിന്ദ്. എയർ കേരളയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രവാസി സംരംഭകരാണ്. 2 വിമാന കമ്പനികളും പ്രവർത്തനാനുമതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിലാണ്. കേരളത്തിന്റെ സ്വന്തമായൊരു വിമാന കമ്പനി എന്ന സ്വപ്നം ചെറുതല്ല. ഇപ്പോഴിതാ കേരളത്തിന് സ്വന്തമായ 2 വിമാന കമ്പനികളാണ് പുതുവർഷത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. അൽ ഹിന്ദ് ഗ്രൂപ്പിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. 2 ATM വിമാനങ്ങളുമായാകും ആദ്യഘട്ടത്തിലെ അൽ ഹിന്ദിന്റെ പ്രവർത്തനം. അൽ ഹിന്ദിന്റെ ആദ്യ വിമാനം 2025 ജൂണോടെ പറന്നുയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 വർഷത്തിനകം വിമാനങ്ങളുടെ എണ്ണം 7 ഉയർത്താനും ലക്ഷ്യമിടുന്നുണ്ട്. അൽ ഹിന്ദിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് വ്യോമയാന രംഗത്തെ പ്രമുഖനായ അലക്സാണ്ടർ എൻവ്യൂപ്പയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്നുമുള്ള പറക്കൽ അനുമതിയാണ് അടുത്ത കടമ്പ. അൽ ഹിന്ദ് എയറിന്റെ ആദ്യ സർവീസുകൾ നടത്തുന്നത് മധുര, ചെന്നൈ, ബാംഗ്ലൂർ, തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, കോയമ്പത്തൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും. ഇന്ത്യയിലെ 40 നഗരങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി ഈ സർവീസുകൾ വ്യാപിപ്പിക്കും. അൽ ഹിന്ദ് എയറിന്റെ നിലവിലെ പ്രവർത്തന മേഖല വിമാന ടിക്കറ്റ്, ടൂർ ഓപ്പറേറ്റിംഗ്, ചാർട്ടേഡ് വിമാനങ്ങൾ, ഹോട്ടൽ റൂം ബുക്കിംഗ്, വിസ സേവനങ്ങൾ എന്നിവയാണ്. വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന പരിചയമാണ് ഇവരുടേത്. ഹജ്ജ് തീർത്ഥാടകരുൾപ്പെടെയുള്ളവർ ഇവരുടെ സ്ഥിരം ഉപഭോക്താക്കളാണ്. കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് അനുമതി ലഭിച്ച എയർ കേരളയെ നയിക്കുന്നത് അഫി അഹമ്മദ്, അയൂബ് കല്ലട എന്നിവരാണ്. ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംരംഭകരാണിവർ. അഫി അഹമ്മദാണ് കമ്പനിയുടെ ചെയർമാൻ, അയൂബ് കല്ലട വൈസ് ചെയർമാനും. കമ്പനിയുടെ CEO സ്പൈസ് ജെറ്റിൽ നിന്നുള്ള ഹാരിസ് മൊയ്തീനാണ്. എയർ കേരളയ്ക്ക് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നതിന് DGCAയിൽ നിന്നുമുള്ള എയർ ഓപ്പറേറ്റിംഗ് സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ്. ആ കടമ്പ കൂടി കഴിഞ്ഞാൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കാം. എയർ കേരളയുടെ ആദ്യ വിമാനം ഏപ്രിലിലും ജൂണിൽ രണ്ടാമത്തേതും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി, ഹൈദരാബാദ്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസാണ് തുടക്കത്തിൽ എയർ കേരള നടത്തുന്നത്. ഇതിനായി 100-ൽ താഴെ സീറ്റുകളുള്ള ATR വിമാനങ്ങളാണ് കമ്പനി ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2025 ജൂണോടെ എയർ കേരളയ്ക്ക് പറന്നുയരാനാകും. ഓരോ 3 മാസത്തിലും 1 വീതം പുതിയ വിമാനങ്ങൾ കമ്പനി കൂട്ടിച്ചേർക്കും. 2026 ആദ്യ പാദത്തോടെ 6 വിമാനങ്ങൾ കമ്പനിക്കുണ്ടാകും. എയർ കേരളയിൽ ചീഫ് ഫിനാൻഷ്യൽ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് കീർത്തി റാവു ആണ്. അദ്ദേഹം എയർ ഇന്ത്യയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. 2026 ഗൾഫ് രാജ്യങ്ങളെ ഉന്നമിട്ട് രാജ്യാന്തര സർവീസ് നടത്തുവാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതോടെ വലിയ വിമാനങ്ങളും സ്വന്തമാക്കാൻ കഴിയും. വിമാനങ്ങളുടെ എണ്ണം 20 ഉയർത്താനാണ് ഇവരുടെ പദ്ധതി. അങ്ങനെ കേരളത്തിന്റെ സ്വന്തമായി ചിറകുവിരിക്കുന്ന അൽ ഹിന്ദും എയർ കേരളയും രാജ്യാന്തര സർവീസുകൾ സ്വപ്നം കാണുകയാണ്. പ്രവർത്തന മേഖല രാജ്യാന്തര തലത്തിലേക്ക് ഉയരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആശ്വാസമാകുന്നത് പ്രവാസി മലയാളികൾക്കാണ്. വിമാന നിരക്കിൽ വലിയൊരു ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ കേരളത്തിന്റെ സ്വന്തം വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത് ആശ്വാസത്തോടൊപ്പം വലിയൊരു അഭിമാനം കൂടിയാണ്.